Hello friends, it's me Praveen. Welcome back to ChemTools. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ കാറ്റലിസ്റ്റ് എന്ന പോർഷൻ ആണ്. കാറ്റലിസ്റ്റ് എന്താണ് കാറ്റലിസ്റ്റ്? ഫ്രണ്ട്സ്, catalysts are substances which alter the rate of a chemical reaction and themselves remains unchanged. ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ മാറ്റുകയും ഒരു രാസപ്രവർത്തനത്തിന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുകയും എന്നാൽ സ്വയം യാതൊരു മാറ്റത്തിനും വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് കാറ്റലിസ്റ്റുകൾ. So what are catalysts? Catalysts are substances which alter the rate of a chemical reaction and themselves remains unchanged. ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുകയും എന്നാൽ സ്വയം യാതൊരു രാസമാറ്റത്തിനും വിധേയമാകാതെ ആദ്യമുള്ളതുപോലെ നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അതുപോലെ തന്നെ തിരികെ കിട്ടുകയും ചെയ്യുന്ന ആളുകളാണ് കാറ്റലിസ്റ്റുകൾ. സോ കാറ്റലിസ്റ്സ് ആർ സബ്സ്റ്റൻസസ് which alter the rate of a chemical reaction and themselves remains unchanged. നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹേബർ പ്രോസസ് പരിചയമുണ്ടല്ലോ. N2+3H2 റിവേഴ്സിബിളി ഗീസ് 2NH3 അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ് ഹേബർ പ്രോസസ് അല്ലേ? ശരി, ഹേബർ പ്രോസസ്സിൽ ഞാൻ റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് അയൺ, സ്പോഞ്ച്. അപ്പൊ നോക്കൂ, ഹേബർ പ്രോസസ് N2+3H2 ഗീസ് 2NH3 എന്ന് പറയുന്ന ഹേബർ പ്രോസസ്സിൽ ഞാൻ ഈ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി, ആ ചേഞ്ച് പോസിറ്റീവ് ചേഞ്ച് ആട്ടോ, റേറ്റിനെ കൂട്ടാൻ വേണ്ടി, ആ രാസപ്രവർത്തന നിരക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ച്. അപ്പൊ ഒന്നുകൂടി, N2H2 ആണ് ഈ രാസപ്രവർത്തനത്തിലെ റിയാക്ടന്റുകൾ. N2H2 റിയാക്ട് ചെയ്ത് അമോണിയ എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് സ്പോഞ്ചേൻ. സോ സ്പോഞ്ചേൻ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിന്റെ റോൾ നമ്മൾ പറഞ്ഞല്ലോ, റിയാക്ഷൻ റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കാന്നുള്ളതാണ്. നമ്മളതിൽ പോസിറ്റീവ് ചേഞ്ച് പരിഗണിക്കാറുള്ളത്. നോക്കൂ, അമോണിയ നിർമ്മാണത്തിൽ തന്നെ എനിക്ക് അമോണിയ നിർമ്മാണത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടി ഞാൻ സ്പോഞ്ചേൻ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്. സോ നോക്കൂ, അപ്പൊ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കുക. ഇനി ഈ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്, രണ്ടുപേർ. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ ചേഞ്ച് ചെയ്യിക്കുന്ന രണ്ടുപേർ നോക്കൂ, പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്. ഫ്രണ്ട്സ്, എന്താണ് പ്രൊമോട്ടേഴ്സ്, എന്താണ് പോയിസൺസ്? നോക്കൂ, എന്താണ് പ്രൊമോട്ടേഴ്സ്, എന്താണ് പോയിസൺസ്? കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നവ, കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടുന്നവ പ്രൊമോട്ടേഴ്സ്. സോ ദി സബ്സ്റ്റൻസസ് വിച്ച് എൻഹാൻസസ് ദി ആക്ടിവിറ്റി ഓഫ് catalysts are known as promoters. And the substances which reduces the activity of catalysts are known as poisons. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നവ പോയിസൺസ്. പ്രൊമോട്ടറിന് എക്സാമ്പിൾ നോക്കൂ, ഹേബർ പ്രോസസ് N2+3H2 ഗീസ് 2NH3 നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് സ്പോഞ്ചൈൻ ആണല്ലോ. സ്പോഞ്ചൈന്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന സബ്സ്റ്റൻസ് ആണ് മോളിബ്ഡിനം. സോ മോളിബ്ഡിനം ആക്ട് ആസ് എ പ്രൊമോട്ടർ ടു ദി കാറ്റലിസ്റ്റ് സ്പോഞ്ചൈൻ ഇൻ ഹേബർ പ്രോസസ്. വേറെ CO act as a poison to the catalyst sponge in Haber process. അപ്പോ ഹേബർ പ്രോസസ്സിൽ അയണിന്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്നയാളാണ് മോളിബ്ഡിനം. സോ അത് പ്രൊമോട്ടർ എന്നും ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നയാളെ പോയിസൺ, CO പോയിസൺ എന്ന് പറയുന്നു. അപ്പൊ ക്ലിയർ ആയല്ലോ കൂട്ടുകാരെ? കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദെംസെൽവ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതിൽ എക്സാമ്പിൾ ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ച് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അതിൽ തന്നെ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടുന്നവ പ്രൊമോട്ടേഴ്സ് എന്നും കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നവ പോയിസൺസ് എന്നും അറിയപ്പെടും. സ്പോഞ്ചൈൻ ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആണ്. അയണിന്റെ ആക്ടിവിറ്റി കൂട്ടുന്ന സബ്സ്റ്റൻസ് പ്രൊമോട്ടർ MO, ദെൻ പോയിസൺ CO. സോ ഇനി നമ്മൾ പറയുക എന്താണ് ഹോമോജീനിയസ് കാറ്റാലിസിസ്, എന്താണ് ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്നാണ്. അഥവാ ഹോമോജീനിയസ് കാറ്റലിസ്റ്റുകളും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റുകളും. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ കാറ്റാലിസിസ് റെഫർ ചെയ്യുക. ഇവിടെ ഹേബർ പ്രോസസ്സിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ഈ റിയാക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടാൻ സഹായിക്കുന്ന കാറ്റലിസ്റ്റാണ് അയൺ. ആ പ്രോസസ്സിന്റെ പേരാ കാറ്റാലിസിസ്. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി വിളിക്കുന്ന പേരെന്താ? കാറ്റാലിസിസ്. ക്ലിയർ? കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയാണ് കാറ്റാലിസിസ്. അപ്പോ കാറ്റാലിസിസ് രണ്ടു തരം, ഹോമോജീനിയസ് കാറ്റാലിസിസും ഹെട്രോജീനിയസ് കാറ്റാലിസിസും.
അപ്പൊ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന ആക്ഷൻ നടത്തുന്ന കാറ്റലിസ്റ്റ് എന്തായിരിക്കും? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്നുള്ള ആക്ഷൻ നടത്തുന്ന കാറ്റലിസ്റ്റ് ഏതായിരിക്കും? ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാം ഹോമോജീനിയസ് കറ്റാലിസിസും ഹെട്രോജീനിയസ് കറ്റാലിസിസും. അപ്പൊ നോക്കിക്കേ കൂട്ടുകാരെ, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഞാൻ പറഞ്ഞു ഹോമോജീനിയസ് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയാണ് ഹോമോജീനിയസ് കറ്റാലിസ് എന്ന് പറയുക. ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയാണ് ഹെട്രോജീനിയസ് കറ്റാലിസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും നോക്കുന്നു. അതിനുശേഷം എന്താണ് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസ് എന്ന് പറയാം. നോക്കൂ, ഞാനൊരു റിയാക്ഷൻ പരിഗണിക്കുന്നു. ഏതാ എന്റെ റിയാക്ഷൻ നോക്കണേ. 2SO2 plus O2 gives 2SO3. ഇവിടെ കാറ്റലിസ്റ്റ് NO ആണ്. അപ്പൊ ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആര? NO. ഞാൻ നോക്കുമ്പോഴേ SO2 ഗ്യാസ് ആണ്, O2 ഗ്യാസ് ആണ്, SO3 ഗ്യാസ് ആണ്. എന്റെ കൂട്ടുകാരെ, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച NOയും ഗ്യാസ് ആണ്. എന്താ പ്രത്യേകത? റിയാക്ടന്റുകൾ SO2ഉം O2ഉം ചേർന്ന് SO3 എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഇവിടെ നിങ്ങളുടെ റിയാക്ടന്റുകളും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇങ്ങനെ റിയാക്ടന്റുകളും കാറ്റലിസ്റ്റും ഒരേ ഫേസിൽ, ഒരേ ഭൗതികാവസ്ഥയിൽ, ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ കാറ്റലിസ്റ്റിനെ ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. അതിന്റെ ആക്ടിവിറ്റിയെ റെഫർ ചെയ്യുന്ന പേര് ഹോമോജീനിയസ് കറ്റാലിസിസ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇഫ് reactants and the catalysts are in same phase, then the catalyst is called homogeneous catalyst and its activity is called homogeneous catalysis. അപ്പോ എന്തായിരിക്കും ഹെട്രോജീനിയസ് കറ്റാലിസിസ്? എന്തായാലും ഹോമോജീനിയസ് കറ്റാലിസിസ് റിയാക്ടന്റുകളും കാറ്റലിസ്റ്റും ഒക്കെ പ്രൊഡക്റ്റും അതേ അവസ്ഥ തന്നെ അല്ലെ. റിയാക്ടന്റും കാറ്റലിസ്റ്റും പ്രൊഡക്റ്റും ഒരേ അവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ പേര് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഹോമോജീനിയസ് കറ്റാലിസിസ്. ദെൻ വാട്ട് അബൌട്ട് ഹെട്രോജീനിയസ് കറ്റാലിസിസ്? നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പരിഗണിക്കുന്നു. N2 plus 3H2 reversibly gives 2NH3. തൽക്കാലം ഞാൻ ഫോർവേഡ് റിയാക്ഷൻ മാത്രം നോക്കിയോ. N2 plus 3H2 gives 2NH3 എന്നുള്ള റിയാക്ഷൻ നോക്കിയോ. N2 ഗ്യാസ് ആണ് അല്ലെ, നൈട്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹെറോപ്ലസ് ആണ്, അമോണിയ ഗ്യാസ് ആണ്. ഇപ്പൊ നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയ ഗ്യാസ് ആണ്. അപ്പൊ റിയാക്ടന്റ് രണ്ടും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് ആണ്. ദെൻ ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആരാ? നിങ്ങൾക്ക് അറിയാം, ഇവിടുത്തെ കാറ്റലിസ്റ്റ് അയൺ, സ്പോഞ്ച് അയൺ നമ്മൾ പറയില്ലേ, പൗഡേർഡ് അയൺ. ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റില്ല. അപ്പൊ നോക്കിക്കുക, അവിടെ റിയാക്ടന്റും കാറ്റലിസ്റ്റും ഒരേ ഫേസിലല്ല. റിയാക്ടൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലും കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലുമാണ്. ഇങ്ങനെ റിയാക്ടന്റുകളും കാറ്റലിസ്റ്റുകളും ഡിഫറന്റ് ഫേസിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. അപ്പൊ ക്ലിയർ? എന്താണ് ഹോമോജീനിയസ് കാറ്റാലിസിസ്? ഇഫ് റിയാക്ടൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്, then it is called homogeneous catalyst and the activity of catalyst is referred as homogeneous catalysis. ഇനി അതുപോലെ റിയാക്ടന്റുകളും കാറ്റലിസ്റ്റുകളും രണ്ട് ഡിഫറന്റ് ഫേസിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. ആ കാറ്റലിസ്റ്റിനെ ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റിനും ആക്ടിവിറ്റിയെ ഹെറ്ററോജീനിയസ് കാറ്റാലിസ്റ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയുക എന്താണ് സെലക്ടിവിറ്റി ആൻഡ് ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി, എന്താണ് കാറ്റലിസ്റ്റിന്റെ സെലക്ടിവിറ്റി? നോക്കൂ, കാറ്റലിസ്റ്റുകളുടെ ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും പറയണമെങ്കിൽ നമ്മൾ അതിനു മുൻപായി കാറ്റലിസ്റ്റുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു പറയണം. കൂട്ടുകാരെ, കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് നമ്മൾ പറയുക അഡ്സോർപ്ഷൻ തിയറി വെച്ചാണ്. അഡ്സോർപ്ഷൻ തിയറി. അപ്പൊ കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് നമ്മൾ അഡ്സോർപ്ഷൻ തിയറി ഉപയോഗിച്ച് പറയുകയാണ്. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് അഡ്സോർപ്ഷൻ തിയറി വെച്ച് കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് പറയുക. നോക്കൂ, കാറ്റലിസ്റ്റുകൾ ഇതുപോലെ ഞാനൊരു കാറ്റലിസ്റ്റ് പരിഗണിച്ചാൽ, ഒരു കാറ്റലിസ്റ്റ് ആണെങ്കിൽ, കാറ്റലിസ്റ്റിന്റെ സർഫസിലെ മോളിക്യൂൾസ് ആണെങ്കിൽ അതിന്റെ സർഫസിൽ ഒത്തിരി ഫ്രീ വാലൻസീസ് കാണും. ഇവിടെ ഫ്രീ വാലൻസി എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലുമായിട്ട് ഇയാൾക്ക് ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോ ഇവിടെ ഇനി ഒരാളുമായി ഒരു കെമിക്കൽ ബോണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. അത് ചിലപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങുള്ള ചാൻസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇതിന്റെ സർഫസിൽ ചെറിയ ഹോൾ ഉണ്ടായിരുന്നാലും മതി. അപ്പൊ വേറൊരാളെ വേണമെങ്കിൽ ഇവിടെ അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റുമോ ഹോളിലെ. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാറ്റലിസ്റ്റുകൾക്ക് ഫിസിസോഷൻ നടത്താൻ പറ്റിയാൽ മതി. അപ്പൊ എന്തായാലും നിങ്ങളുടെ കാറ്റലിസ്റ്റിന്റെ സർഫസിലിരിക്കുന്ന മോളിക്യൂൾസിന് മറ്റുള്ളവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഇനി കഴിയും. ആ കണക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവിനെ ഞാനിവിടെ ഫ്രീ വാലൻസീസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്റെ കാറ്റലിസ്റ്റ് ഇതാണ്. നോക്കൂ, ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ഒത്തിരി ഫ്രീ വാലൻസീസ് ഉണ്ട്. അപ്പൊ എനിക്ക് പറയേണ്ടത് കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് ആണ്. കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് ബേസ് ആണ് അഡ്സോർപ്ഷൻ തിയറി. എങ്ങനെയാണ് അഡ്സോർപ്ഷൻ തിയറി വെച്ച് കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് പറയുന്നതാണ്. നോക്കൂ, എന്താ കാറ്റലിസ്റ്റിന്റെ ജോലി?
റിയാക്ടന്റ് മോളിക്യൂൾസിനെ എളുപ്പത്തിൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. രണ്ട് റിയാക്ടന്റ് മോളിക്യൂൾസ് എയും ബിയും പരിഗണിക്കുക. രണ്ട് റിയാക്ടന്റ് മോളിക്യൂൾസ് എയും ബിയും. അപ്പൊ എയും ബിയും എന്താണ് നിങ്ങൾക്കറിയാം. എന്താ എയും ബിയും? ദേ ആർ റിയാക്ടൻസ്. അപ്പൊ നിങ്ങളുടെ റിയാക്ടൻസ് ആണ് എയും ബിയും. നോക്കൂ, അപ്പൊ കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് പറയുമ്പോൾ പറയേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ ടു കാറ്റലിസ്റ്റ് സർഫസ്. നിങ്ങളുടെ റിയാക്ടന്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് വീഴുന്നു. നമുക്കറിയാം കാറ്റലിസ്റ്റ് സർഫസ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ വാലൻസീസ് ഓർ വേക്കന്റ് സൈറ്റ്സ് അല്ലെ. അപ്പൊ നിങ്ങളുടെ കാറ്റലിസ്റ്റുകളുടെ സർഫസിലേക്ക് റിയാക്ടന്റ് മോളിക്യൂൾസ് ഒന്ന് വീഴുന്നു. കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നമുക്കറിയാം ഒത്തിരി ഫ്രീ വാലൻസീസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ ടു കാറ്റലിസ്റ്റ് സർഫസ്. ആൻഡ് കാറ്റലിസ്റ്റ് സർഫസ് കണ്ടെയ്ൻസ് സെവറൽ ഫ്രീ വാലൻസീസ്. അപ്പൊ ഫ്രീ വാലൻസീസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഈ റിയാക്ടന്റ് മോളിക്യൂൾസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? റിയാക്ടന്റ് മോളിക്യൂൾസുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. നോക്കൂ, കെമിസോർപ്ഷൻ നടക്കുകയാണെങ്കിൽ മതിയടെ ഈ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. എന്താ കാര്യം? നിങ്ങളുടെ റിയാക്ടന്റ് മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റിന് അതിന്റെ സർഫസിലേക്ക് പിടിച്ചു വെക്കണം. ആ കണക്ഷൻ കെമിസോർപ്ഷനും ആകാം ഫിസിസോർപ്ഷനും ആകാം. കെമിസോർപ്ഷൻ ആണെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസുമായിട്ട് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണം. ഫിസിസോർപ്ഷൻ ആണെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസുമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ വഴി. അപ്പൊ എന്തായാലും നിങ്ങളുടെ കാറ്റലിസ്റ്റുകൾ അതിന്റെ സർഫസിൽ അവൈലബിൾ ആയിരിക്കുന്ന വാലൻസീസ് ഉപയോഗിച്ചുകൊണ്ട് റിയാക്ടന്റ് മോളിക്യൂൾസിനെ അതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കുന്നു. അത് കെമിക്കൽ ബോണ്ടിങ് ആണെങ്കിൽ കെമിസോർപ്ഷൻ എന്നും ഫിസിക്കൽ ഫോഴ്സ് വഴിയാണ് അയാളെ അബ്സോർബ് ചെയ്ത് വെക്കുന്നെങ്കിൽ നമ്മൾ ഫിസിസോർപ്ഷൻ എന്ന് പറയും. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ ടു കാറ്റലിസ്റ്റ് സർഫസ്. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ ടു കാറ്റലിസ്റ്റ് സർഫസ്. റിയാക്ടന്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് വന്നു വീഴുന്നു. നമുക്കറിയാം കാറ്റലിസ്റ്റിന്റെ സർഫസിൽ എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് ഫ്രീ വാലൻസീസ് അല്ലെങ്കിൽ വേക്കന്റ് സൈറ്റ് ഉണ്ട്. കാറ്റലിസ്റ്റുകളുടെ സർഫസിലിരിക്കുന്ന ഈ മോളിക്യൂൾസ് അവരുടെ ഫ്രീ വാലൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? റിയാക്ടന്റ് മോളിക്യൂൾസിനെ ദൂരെ കിടന്ന് അകന്നിരുന്ന രണ്ട് റിയാക്ടന്റ് മോളിക്യൂൾസിനെ അതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെച്ചു. അത് കെമിക്കൽ ബോണ്ട് വഴിയാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നതെങ്കിൽ കെമിസോർപ്ഷൻ, ഫിസിക്കൽ ഫോഴ്സ് വഴിയാണ് അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ പേരെന്താ? ഫിസിസോർപ്ഷൻ. ഇനി നോക്കിക്കേ, നേരത്തെ നിങ്ങളുടെ റിയാക്ടന്റ് മോളിക്യൂൾസ് അകന്ന് നിൽക്കായിരുന്നു അല്ലെ. റിയാക്ടന്റ് മോളിക്യൂൾസ് അടുത്ത് വന്നു. അപ്പൊ അവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. സോ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഫോം ചെയ്യും. തേർഡ് വൺ നോക്കൂ, അപ്പൊ നോക്കിയോണേ, നിങ്ങളുടെ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ എയും ബിയും കൂടെ അപ്പൊ അടുത്ത് വന്നപ്പോ അവർക്കിടയിൽ ഒരു ബോണ്ട് എളുപ്പത്തിൽ ഫോം ചെയ്തു. അപ്പൊ ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്താ? ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോണേ, ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. അതാ ഈ എയും ബിയും കൂടി ഇപ്പൊ ചേർന്നൊരു പ്രോഡക്റ്റ് കണക്കായിട്ടില്ലേ. ഇവിടെ നിന്നും ഇയാളങ്ങ് വേർപെട്ട് പോയാൽ നോക്കൂ, ഒരാളെ നിങ്ങൾ അബ്സോർബ് ചെയ്ത് വെച്ചാൽ അതിനെ വേർപെടുത്തി പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിന്റെ പേരെന്താ? ഇപ്പൊ ചോക്കുപൊടി ഡസ്റ്ററിന്റെ സർഫസ് പറ്റി പിടിച്ചു, നിങ്ങളൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ചോക്കുപൊടി അങ്ങ് പുറത്തു പോകും. പേര് ഡീസോപ്ഷൻ. അപ്പൊ ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ ചേർന്നുണ്ട് ആ ഇന്റർമീഡിയറ്റ് അങ്ങ് പ്രോഡക്റ്റ് ആയി പുറത്തേക്ക് പോകും. സോ അത് ഡീസോപ്ഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ ഡീസോപ്ഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ നോക്കൂ, അപ്പൊ നിങ്ങളുടെ കാറ്റലിസ്റ്റ് പഴയത് കണക്കാൻ വേണ്ടി ഇപ്പോൾ അയാൾക്ക് യാതൊരു മാറ്റവും. പക്ഷെ എയും ബിയും കൂടെ ചേർന്ന് ആരായി? എ ബി എന്നുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഇത് പ്രോഡക്റ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ? കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ഒത്തിരി ഫ്രീ വാലൻസീസ് ഉണ്ട്. അവരകന്ന് നിൽക്കുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിനെ ഏതോ ബൈ കെമിസോപ്ഷൻ ബൈ ഫിസിസോപ്ഷൻ, ഒന്നുകിൽ കെമിസോപ്ഷൻ വഴി അല്ലെങ്കിൽ ഫിസിസോപ്ഷൻ വഴി അതിന്റെ സർഫസിലേക്ക് പിടിച്ചു വെക്കും. ഇപ്പൊ സർഫസിൽ അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇനി ആ പ്രോഡക്റ്റ് ഡീസോപ്ഷൻ നടന്ന് പുറത്തു പോകും. സോ ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ? അഡ്സോപ്ഷൻ തിയറി ഓഫ് കാറ്റാലിസിസ് സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഒന്ന്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ ടു കാറ്റലിസ്റ്റ് സർഫസ്. റിയാക്ടന്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് വീഴുന്നു. രണ്ട് അഡ്സോപ്ഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഓൺ കാറ്റലിസ്റ്റ് സർഫസ്. റിയാക്ടന്റ് മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്ത് വെച്ചു. 3 ഇവർ തമ്മിൽ ചേർന്നിട്ട് ഇന്റർമീഡിയറ്റ് ഉണ്ടാവും അല്ലെ. ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. ആൻഡ് ദ ഫൈനൽ വൺ ഡീസോപ്ഷൻ ഓഫ് പ്രോഡക്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ച കാറ്റലിസ്റ്റ് ആദ്യത്തെ പോലെ തന്നെ അവസാനം കിട്ടിയില്ല. ഈ ഇരുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. പക്ഷെ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഇതാണ് കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത. അയാൾക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പൊ എന്താണ് റോൾ ഓഫ് കാറ്റലിസ്റ്റ്? യെസ് ഫ്രണ്ട്സ്, റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഈസ് ടു പ്രൊവൈഡ് സർഫസ് ഏരിയ അല്ലെ. കാറ്റലിസ്റ്റുകളുടെ റോൾ എന്താ? സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുക. എന്തിന്? കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ. അപ്പൊ എന്താ കൂട്ടുകാരെ കാറ്റലിസ്റ്റുകളുടെ റോള്? റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഈസ് ടു പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു കാറ്റലിസ്റ്റ് ഇരുന്നാൽ
ആ കാറ്റലിസ്റ്റ് ദൂരെ ഇരിക്കുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് ഇതിന്റെ സർഫസിലേക്ക് വെക്കും ഫിസിസോഷൻ വഴിയോ കെമിസോഷൻ വഴിയോ. ഇനി ഈ സർഫസിൽ ഇരുന്ന് റിയാക്ടന്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ആ പ്രോഡക്റ്റ് ഡീസോപ്ഷൻ നടന്ന് പുറത്തു പോകും. റിയാക്ഷൻ നടക്കാനുള്ള സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ കാറ്റലിസ്റ്റിന്റെ റോള്. അതുകൊണ്ടാണ് കാറ്റലിസ്റ്റിനെ പൊടിച്ചിട്ടാൽ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുക. എന്താ കാര്യം? കാറ്റലിസ്റ്റ് പൗഡേർഡ് ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ കൂടും. അപ്പൊ സർഫസ് ഏരിയ നോക്കൂ, കാറ്റലിസ്റ്റ് ഇങ്ങനെ ഒരു വലിയ കട്ടയിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതിനെ പൊടിച്ചിട്ട്. അപ്പൊ കാറ്റലിസ്റ്റ് പൗഡേർഡ് ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സർഫസിൽ നടക്കുന്ന ഫിനോമിന അബ്സോർപ്ഷൻ എവിടെ നടക്കുന്ന ഫിനോമിന? സർഫസ് നടക്കുന്ന ഫിനോമിന. അപ്പൊ നിങ്ങളുടെ കാറ്റലിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സർഫസിലേക്ക് ഒത്തിരി റിയാക്ടന്റ് മോളിക്യൂൾസിനെ പിടിച്ചു വെക്കാൻ പറ്റും. അപ്പോ അങ്ങനെ സർഫസിൽ അബ്സോർബ് നിൽക്കുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ അളവ് കൂടും. അപ്പോ കാറ്റലിസ്റ്റുകളെ എപ്പോഴും പൊടിച്ചുപയോഗിക്കുന്നതാണ് നല്ലത്. ശരി, അപ്പൊ കൂട്ടുകാരെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി പറയണമെങ്കിൽ കാറ്റലിസ്റ്റിന്റെ അബ്സോർപ്ഷൻ തിയറി പറയണം. നമ്മൾ പറഞ്ഞ ടോപ്പിക് അബ്സോർപ്ഷൻ തിയറി ഓഫ് കാറ്റാലിസിസ്. എങ്ങനെയാണ് കാറ്റലിസ്റ്റിന്റെ വർക്കിംഗ് നടക്കുക? അബ്സോർപ്ഷൻ തിയറി വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻടു കാറ്റലിസ്റ്റ് സർഫസ്. സെക്കൻഡ് വൺ അബ്സോർപ്ഷൻ ഓഫ് ദീസ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻടു കാറ്റലിസ്റ്റ് സർഫസ്. തേർഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഡീസോപ്ഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇനി നമ്മൾ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി സെലക്ടിവിറ്റി പറയുകയാണ്. നോക്കൂ, ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ catalyst can activate certain chemical reactions or initiate certain reactions. കാറ്റലിസ്റ്റുകൾക്ക് ചില കെമിക്കൽ റിയാക്ഷനുകളെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ എക്സാമ്പിൾ പരിഗണിച്ച് 2H2 plus O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വാട്ടർ ഉണ്ടാവുന്നു. 2H2 plus O2 gives 2H2O. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ സാധാരണ അത് ചേർന്ന് വാട്ടർ ആവുന്ന റിയാക്ഷൻ നടക്കാറുണ്ടോ? ഇല്ല. ഈ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്ലാറ്റിനിക് കാറ്റലിസ്റ്റ് വേണം. ഇങ്ങനെ കാറ്റലിസ്റ്റുകളുടെ പ്രത്യേകത, കാറ്റലിസ്റ്റുകൾ ചില റിയാക്ഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നോർമലി ഇനാക്റ്റീവ് ആയിരിക്കുന്ന ചില റിയാക്ഷൻസ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്യിക്കാൻ, ആ റിയാക്ഷൻ ഒന്ന് തുടക്കം കുറിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആ റിയാക്ഷനെ ഒന്ന് ആരംഭിക്കാൻ സഹായിക്കാൻ കാറ്റലിസ്റ്റുകൾക്ക് സാധിക്കും. സോ കാറ്റലിസ്റ്റ് ക്യാൻ ആക്ടിവേറ്റ് ഓർ ഇനിഷ്യേറ്റ് certain reaction and is referred as activity. Example, platinum acts as a catalyst in the reaction to H2 plus O2 gives 2H2O. Or platinum initiates the reaction to H2O plus O2 gives 2H2O. ഇനി എന്താണ് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി തീരുമാനിക്കുക? എങ്ങനെ കാറ്റലിസ്റ്റ് ആക്റ്റീവ് ആകുന്നത്? നമുക്കറിയാം റോൾ ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു. റിയാക്ടന്റ് മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റ് അതിന്റെ സർഫസിലേക്ക് പിടിച്ചടുപ്പിക്കുന്നു. സർഫസിൽ വെച്ച് റിയാക്ടന്റ് മോളിക്യൂൾസ് കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ആകുന്നു പോകുന്നു. അപ്പൊ റിയാക്ടന്റ് മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റ് അതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആ സർഫസിൽ വെച്ച പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ റിയാക്ടന്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിന്റെ ശേഷി അനുസരിച്ചാണ് അതിന്റെ ആക്ടിവിറ്റി ഇരിക്കുക. സോ ആക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ കാറ്റലിസ്റ്റിന് റിയാക്ടന്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു അബ്സോർപ്ഷൻ രണ്ട് മാർഗങ്ങൾ വഴി, അല്ലെ? ഏതൊക്കെയാ? ഒന്നുകിൽ ബൈ ഫിസിക്കൽ മെത്തേഡ്സ് ഓർ ബൈ കെമിക്കൽ മെത്തേഡ്സ്. നിങ്ങളുടെ കാറ്റലിസ്റ്റിന് റിയാക്ടന്റ് മോളിക്യൂൾസിനെ കെമിസോപ്ഷൻ വഴി അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് വഴി അബ്സോർബ് ചെയ്ത് വെക്കണമെങ്കിൽ കാറ്റലിസ്റ്റിന് റിയാക്ടന്റുമായി പെട്ടെന്ന് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കുക ഒന്നിലേറെ വാലൻസ് കാണിക്കാൻ പറ്റുന്നതാക്കാം. ഒരു കാറ്റലിസ്റ്റിന് ഒറ്റ വാലൻസ് കാണിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേക ആയിട്ട് മാത്രമേ ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ നിങ്ങളുടെ കാറ്റലിസ്റ്റുകൾക്ക് ഒന്നിലേറെ വാലൻസി ഉണ്ടെങ്കിൽ, പല വാലൻസി കാണിക്കാൻ പറ്റുമെങ്കിൽ, പല ഓക്സീകരണ അവസ്ഥകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് പല ആളുകളുമായി ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. പല ആളുകളെ അബ്സോർബ് ചെയ്ത് സർഫസിലേക്ക് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സർഫസിൽ നിന്ന് വളരെ വേഗം ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ നിങ്ങളുടെ കാറ്റലിസ്റ്റുകൾ നല്ല ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ കാറ്റലിസ്റ്റുകൾക്ക് ഒന്നിലേറെ വാലൻസ്, ഒന്നിലേറെ ഓക്സീകരണ അവസ്ഥയൊക്കെ കാണിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് നല്ല കാറ്റലിസ്റ്റുകളായി വർക്ക് ചെയ്യുന്നത്. സോ their ability to shows various oxidation state. അതുകൊണ്ട് പല വാലൻസി കാണിക്കാൻ പറ്റുന്നതുകൊണ്ട്, പല ഓക്സീകരണ അവസ്ഥ കാണിക്കാൻ പറ്റുന്നുണ്ട്, പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എപ്പോഴും നല്ല കാറ്റലിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് പല റിയാക്ടന്റ് മോളിക്യൂൾസിനെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സർഫസിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ നിങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് നല്ല കാറ്റലിസ്റ്റുകളായിരിക്കും. ആ ഡി ബ്ലോക്കിൽ തന്നെ ഗ്രൂപ്പ് 5 to 11, 5 മുതൽ 11 വരെ ആക്ടിവിറ്റി കൂടി പോകുന്നതായിട്ട് കാണാം. അതിൽ തന്നെ 7 to 9 ഗ്രൂപ്പിലാണ് മാക്സിമം ആക്ടിവിറ്റി നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ 5 to 11 ആക്ടിവിറ്റി കൂടുന്നു. അതിൽ 7 to 9 ഗ്രൂപ്പുകളിലാണ് മാക്സിമം ആക്ടിവിറ്റി കാണുക. ദെൻ വാട്ട് അബൌട്ട് സെലക്ടിവിറ്റി? സെയിം റിയാക്ടൻസിനെ ചില പ്രത്യേക പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കാറ്റലിസ്റ്റുകൾ സാധിക്കും. സോ കാറ്റലിസ്റ്റ് ക്യാൻ ലീഡ്സ് റിയാക്ടൻസ് ടു എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഫ്രണ്ട്സ്, പ്ലീസ് നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക.
എന്താ നിങ്ങളുടെ ഇവിടുത്തെ റിയാക്ടന്റ്? CO വെച്ചിട്ടു CO പ്ലസ് H2 കോപ്പർ എന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ HCHO ആൽഡിഹൈഡ് ആയിട്ട് മാറും. സെയിം റിയാക്ടൻസ് CO പ്ലസ് 2H2 കോപ്പർ ബാർ സിങ്ക് ഓക്സൈഡ് Cr2O3 പ്രസൻസിൽ CH3OH ആൽക്കഹോൾ ആയിട്ട് മാറും. സെയിം റിയാക്ടൻസ് CO പ്ലസ് H2 നിക്കലിന്റെ പ്രസൻസിൽ CH4 പ്ലസ് H2 ആയിട്ട് മാറുന്നു. മീഥേൻ പ്ലസ് വാട്ടർ ആയിട്ട് മാറും. അപ്പൊ നോക്കൂ, എല്ലായിടത്തും ഒരേ റിയാക്ഷൻ. അപ്പോ എണ്ണത്തിൽ വ്യത്യാസമില്ല എന്ന് ചോദിക്കരുത്. നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണമാണ്. മാത്രമല്ല കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അവർ കൂടിച്ചേരുന്ന ആ അനുപാതത്തിന് വ്യത്യാസം വരും, സ്റ്റോഷിയോമെട്രിയിൽ വ്യത്യാസം വരും. എല്ലായിടത്തും റിയാക്ടൻസ് ഏത് തന്നെയാണ്? CO പ്ലസ് H2. അപ്പൊ CO പ്ലസ് H2 വിളിക്കുന്ന ഒരു പേര് നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. സിൻഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ് അല്ലെ? സിൻഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ് ഓർ വാട്ടർ ഗ്യാസ്. അതെന്താ CO പ്ലസ് H2 അങ്ങനെ വിളിക്കുന്നത്? നമ്മളവിടെ പറഞ്ഞിരുന്നു CO പ്ലസ് H2 നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രൊഡക്ഷൻ, ഒത്തിരി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി സിന്തസിസിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ടാണ് അതിനെ സിൻഗ്യാസ് എന്ന് വിളിച്ചത്. നോക്കൂ, ഇവിടെ 3 സിൻഗ്യാസ് CO പ്ലസ് H2 CO പ്ലസ് H2 CO പ്ലസ് H2. അപ്പൊ 3 ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയത് കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒത്തിരി ഓർഗാനിക് കോമ്പൗണ്ടുകളെ നിർമ്മിക്കാൻ വേണ്ടി CO പ്ലസ് H2 ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സിൻഗ്യാസ് എന്ന് വിളിച്ചത്. ശരി, നമ്മുടെ പോയിന്റ് അതല്ല. 3 ഞാൻ എടുത്ത സിൻഗ്യാസ് ആയിരുന്നു CO പ്ലസ് H2 CO പ്ലസ് H2 CO പ്ലസ് H2. പക്ഷേ 3 ഉപയോഗിച്ച കാറ്റലിസ്റ്റ് മാറിയപ്പോ പ്രൊഡക്റ്റ് മാറി. കോപ്പർ ഉപയോഗിച്ചപ്പോ അത് ആൽഡിഹൈഡ് HCHO, കോപ്പർ പാർ സിങ്ക് ഓക്സൈഡ് Cr2O3 ഉപയോഗിച്ചപ്പോ അത് CH3OH ആൽക്കഹോൾ, നിക്കൽ ഉപയോഗിച്ചപ്പോ അത് CH4 മീഥേൻ പ്ലസ് വാട്ടർ. അപ്പോ കാറ്റലിസ്റ്റുകൾ മാറിയപ്പോ പ്രോഡക്റ്റ് മാറി. അതിന്റെ അർത്ഥം ഒരു പർട്ടിക്കുലർ റിയാക്ടന്റിന് തന്നെ പല പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ കാറ്റലിസ്റ്റിന് സാധിക്കും. അപ്പൊ കാറ്റലിസ്റ്റ് ക്യാൻ ലീഡ്സ് റിയാക്ടൻസ് സെലക്റ്റീവ്ലി ടു എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അപ്പോ റിയാക്ടൻസിനെ സെലക്റ്റീവ് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ ആർക്ക് സാധിക്കും? കാറ്റലിസ്റ്റുകൾക്ക് സാധിക്കും. നോക്കൂ, CO പ്ലസ് H2 in presence of copper as a catalyst form HCHO, but CO plus 2H2 in presence of copper bar zinc oxide Cr2O3. അപ്പൊ CO plus 2H2 in presence of copper bar zinc oxide Cr2O3 form CH3OH methanol. Then CO plus 3H2 in presence of nickel as a catalyst form CH4 plus H2O. അപ്പൊ സെയിം റിയാക്ടന്റ് മോളിക്യൂൾ സിൻഗ്യാസ് ആണ് എല്ലായിടത്തും നിങ്ങൾ എടുത്തത്. അത് ഒരേ റിയാക്ടന്റ് മോളിക്യൂൾസ്, എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അത് അവർ കമ്പൈൻ ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. ശരി, അപ്പൊ ഒരേ റിയാക്ടൻസ് മോളിക്യൂൾസ് എടുത്തിട്ടും കാറ്റലിസ്റ്റുകൾ മാറി, ഇപ്പൊ പ്രൊഡക്റ്റ് മാറി. അതിന്റെ അർത്ഥം എന്താ? കാറ്റലിസ്റ്റുകൾക്ക് റിയാക്ടന്റ് മോളിക്യൂൾസിനെ പ്രത്യേക പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇതാണ് കാറ്റലിസ്റ്റിന്റെ സെലക്ടിവിറ്റി. അപ്പൊ കോപ്പർ ആണെങ്കിൽ അത് ഈ റിയാക്ടന്റിനെ സെലക്റ്റീവായി ആൽഡിഹൈഡ് ആക്കും. കോപ്പർ ബാർ സിങ്ക് ഓക്സൈഡ് Cr2O3 ആണെങ്കിൽ സെലക്റ്റീവായിട്ട് ആൽക്കഹോൾ ആക്കും. നിക്കൽ ആണെങ്കിൽ സെലക്റ്റീവായിട്ട് മീഥേൻ ആക്കും. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റിന്റെ 2 പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു, ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. കാറ്റലിസ്റ്റുകൾക്ക് ചില റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ ആക്ടിവിറ്റി എന്ന് റെഫർ ചെയ്യും. ആ റിയാക്ടൻസിനെ ചില പ്രത്യേക പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ടിവിറ്റി എന്ന് റെഫർ ചെയ്യും. സോ അപ്പൊ കൂട്ടുകാരെ, ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. സോ കൂട്ടുകാരെ, നമ്മൾ ഇനി പറയുന്ന ടോപ്പിക് സിയോലൈറ്റ്സ്. എന്താണ് സിയോലൈറ്റ്സ്? ഫ്രണ്ട്സ്, സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്, ഷേപ്പിനെ സെലക്ട് ചെയ്യുന്ന, അതായത് ചില പ്രത്യേക ഷേപ്പിലുള്ള റിയാക്ടന്റ് മോളിക്യൂൾസിനെ മാത്രം പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളുടെ പേരാണ് സിയോലൈറ്റ്സ്. അപ്പൊ എന്താണ് സിയോലൈറ്റ്സ്? സോ സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോ സിയോലൈറ്റുകൾ എന്നാൽ ദേ ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അതെന്താ അങ്ങനെ? സിയോലൈറ്റുകൾക്കുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, വേക്കന്റ് സ്പേസ് ഉണ്ട്. അപ്പൊ ഒരു സിയോലൈറ്റിനുള്ളത് ഇതുപോലെ ഒരു ക്യാവിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ക്യാവിറ്റി കാണും സിയോലൈറ്റിനുള്ളിൽ, അല്ലെ? അപ്പൊ ഈ ക്യാവിറ്റിക്ക് സ്യൂട്ടബിൾ ആയ ആളെ മാത്രമേ സിയോലൈറ്റ് പിടിച്ചു വെക്കൂ. അപ്പൊ സിയോലൈറ്റിന്റെ പ്രത്യേകത എന്താ? ആ ക്യാവിറ്റിക്ക് സ്യൂട്ടബിൾ ആയ ആളെ മാത്രമേ സിയോലൈറ്റ് അതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കൂ. നമുക്കറിയാം കാറ്റലിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? കാറ്റലിസ്റ്റുകൾ അതിന്റെ സർഫസിലേക്ക് റിയാക്ടന്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് വെക്കുന്നു. അതിൽ സിയോലൈറ്റ്സിന്റെ പ്രത്യേകത എന്താ? ആ സിയോലൈറ്റ്സിന്റെ ഉള്ളിൽ ഒരു സർഫസിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. സിയോലൈറ്റ്സ് ആ ക്യാവിറ്റിക്ക് സ്യൂട്ടബിൾ ആയ ആളെ മാത്രമേ പിടിച്ചു വെക്കൂ. അതുകൊണ്ടാണ് നമ്മൾ സിയോലൈറ്റിനെ എന്ത് വിളിച്ച? സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പൊ സിയോലൈറ്റുകൾ എന്നാൽ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളാണ്. നോർമലി ദേ ആർ അലുമിനോ സിലിക്കേറ്റ്സ്. സാധാരണ സിയോലൈറ്റ്സ് അലുമിനോ സിലിക്കേറ്റ്സ് ആണ്. വെറും അലുമിനോ സിലിക്കേറ്റ്സ് അല്ല, സോഡിയം അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. സോഡിയം അലുമിനോ സിലിക്കേറ്റ്സ്. അപ്പൊ അത് കൃത്യമാവണമെങ്കിൽ നിങ്ങൾ എന്താണ് സിലിക്കേറ്റ്സ് അറിയണം. കൂട്ടുകാരെ, സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ SiO4 4- യൂണിറ്റുകളാണ് സിലിക്കേറ്റ്സ്.
അപ്പൊ SiO4 4- യൂണിറ്റുകൾ ഇങ്ങനെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. സിലിക്കേറ്റിന്റെ പ്രത്യേകത SiO4 4- യൂണിറ്റുകൾ ഇങ്ങനെ പരസ്പരം കണക്ട് ആയി ഇങ്ങനെ ഇരിക്കുന്ന അറേഞ്ച്മെന്റ് ആണ് സിലിക്കേറ്റിന്റെ, അല്ലെ? ഇങ്ങനെ പോകുന്നതാണ് സിലിക്കേറ്റ്. സിലിക്കേറ്റിന്റെ അറേഞ്ച്മെന്റിൽ എവിടെയെങ്കിലും ഒരു സിലിക്കൺ മാറി ഒരു അലുമിനിയം വന്നാൽ അതിന് ഞാൻ അലുമിനിയോ സിലിക്കേറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് SiO4 4- യൂണിറ്റുകളാണ്. അതിൽ ഒരു, അപ്പൊ ഇവിടെ എല്ലാം മൈനസ് ഉണ്ട്. അപ്പൊ SiO4 4- യൂണിറ്റുകളാണ് സിലിക്കേറ്റുകൾ. അതിലൊരു സിലിക്കൺ മാറി അവിടെ അലുമിനിയം വന്നപ്പോ അതെന്തായി? അലുമിനിയോ സിലിക്കേറ്റ് ആയി. ഇനി ഓർത്തോളുക, സിലിക്കന്റെ വാലൻസി എത്രയായിരുന്നു? 4 14 ഗ്രൂപ്പ് എലമെന്റ്. അലുമിനിയത്തിന്റെ വാലൻസി എത്രയാ? 3 13 ഗ്രൂപ്പ് എലമെന്റ്. അവ 14 ഗ്രൂപ്പ് എലമെന്റായ സിലിക്കൺ ചേർത്ത് ഉണ്ടാക്കിയിരുന്ന നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും സിലിക്കണ മാറ്റി 13 ഗ്രൂപ്പ് എലമെന്റ് അലുമിനിയം കയറിയിരുന്നാൽ ഒരു വാലൻസി പ്രശ്നം വരില്ലേ? അത് വാലൻസിയാണ് സോഡിയം. സോഡിയത്തിന്റെ വാലൻസി 1. സോ സോഡിയം അലുമിനിയം സിലിക്കേറ്റ്. ഇടേ ഞാൻ ഇതിനെ ചുരുക്കി സാധാരണ ഇങ്ങനെ കാണിക്കും. സോഡിയം Na. അപ്പൊ സോഡിയത്തെ ഞാൻ എന്നയിലിട്ടു. ദെൻ അലുമിനിയോ സിലിക്കേറ്റിനെ Z എന്നിടുന്നു, NaZ. അപ്പൊ ഇതാ സിയോലൈറ്റ്, NaZ, സോഡിയം അലുമിനിയോ സിലിക്കേറ്റ്. So zeolites are sodium aluminum silicates. They have a cavity inside their structure. They can act as shape selective catalyst. ഇനിയും പ്രത്യേകതയുണ്ട്. ഇവർ മോളിക്കുലാർ ഫിൽട്ടേഴ്സ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. മോളിക്കുലാർ ഫിൽട്ടേഴ്സ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ സിയോലൈറ്റ്സിന്റെ സർഫസിൽ ഒത്തിരി ഹോൾസ് അല്ലെങ്കിൽ വേക്കന്റ് സ്പേസ് ഉള്ളതുപോലെ സിയോലൈറ്റ്സിന്റെ സർഫസിൽ ഒത്തിരി പോറുകളുണ്ട്, ചെറിയ സുഷിരങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മണലരിക്കാനൊക്കെ അരിപ്പ് ഉപയോഗിക്കില്ലേ, അതുപോലെ മോളിക്യൂൾസിനെ ഫിൽട്ടർ ചെയ്യാനുള്ള മോളിക്കുലാർ ഫിൽട്ടേഴ്സ് ആയിട്ട് സിയോലൈറ്റ്സിന് ഉപയോഗിക്കാം. സോ സിയോലൈറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് മോളിക്കുലാർ ഫിൽട്ടേഴ്സ്. സിയോലൈറ്റ്സിന് വേറെ യൂസ് ഉണ്ട്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഹാർഡിനെസ് റിമൂവ് ചെയ്യാൻ, ടു റിമൂവ് ഹാർഡിനെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയും സിയോലൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. സോ വാട്ട് ആർ സിയോലൈറ്റ്സ്? Zeolites are sodium aluminum silicates having a cavity inside their structure. They are shape selective catalysts. Then they can be used as molecular filters and they are used to remove hardiness. അപ്പോ ഹാർഡിനെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പൊ ഇതാണ് സിയോലൈറ്റ്സ്. ശരി, ഇപ്പൊ നമ്മൾ നോർമൽ കാറ്റലിസ്റ്റുകളെ പറ്റി പറഞ്ഞു. കാറ്റലിസ്റ്റുകളുടെ പ്രത്യേകത എന്താ? കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് which alter the rate of a chemical reaction and themselves remains unchanged. Then കാറ്റലിസ്റ്റുകളിൽ ഒരു കാറ്റലിസ്റ്റുകൾ എന്നാൽ ഒരു രാസപ്രവർത്തനത്തിന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുകയും എന്നാൽ സ്വയം യാതൊരു ചേഞ്ചിനും വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. ഫ്രണ്ട്സ്, കാറ്റലിസ്റ്റുകളിൽ തന്നെ കാറ്റലിസ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്, കുറയ്ക്കുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നവ പ്രൊമോട്ടേഴ്സ്, കുറയ്ക്കുന്നവ പോയിസൺസ്. ദെൻ റിയാക്ടന്റ് കാറ്റലിസ്റ്റ് ഒരേ ഫേസിലാണെങ്കിൽ അത് ഹോമോജിനിയസ് കാറ്റലിസ്റ്റ് എന്നും ആക്ടിവിറ്റിയെ ഹോമോജിനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറയും. റിയാക്ടന്റും പ്രോഡക്റ്റും ഡിഫറന്റ് ഫേസിലാണെങ്കിൽ അതിനെ ഹെട്രോജിനിയസ് കാറ്റലിസ്റ്റ് എന്നും ആക്ടിവിറ്റി ഹെട്രോജിനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറയും. ദെൻ നമ്മൾ അബ്സോർപ്ഷൻ തിയറി ഓഫ് കാറ്റലിസ്റ്റ് പറഞ്ഞു, ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി പറഞ്ഞു, ദെൻ സിയോലൈറ്റ്സ് പറഞ്ഞു. ഇനി ഒരു സിയോലൈറ്റിന്റെ എക്സാമ്പിൾ എടുത്താലേ, ആൽക്കഹോളിനെ ഗ്യാസോലിനാക്കി മാറ്റുന്ന അല്ലെങ്കിൽ പെട്രോളാക്കി മാറ്റുന്ന ഒരു സിയോലൈറ്റ് ആണ് ZSM5. അപ്പൊ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സിയോലൈറ്റ് ആണ് ZSM5. അപ്പൊ ഈ എക്സാമ്പിൾ കൂടി ഓർത്തിരിക്കുക. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപഠിക്കുക. സീ യു ആൾ. താങ്ക് യു.